അനീഷ് അനുമോൾക്ക് തന്നെ ഭയങ്കരമായ ഒരു പ്രയോറിറ്റിയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അനീഷ് അനുമോളെ പയ്യൊന്നും ഒഴിവാക്കുന്നു എന്നുള്ള ഇതിൽ കുറച്ച് കമന്റ്സും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കാണാവുന്നതാണ്. കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നതാണ് KLIBF-ന്റെ ഒരു ഫംഗ്ഷൻ എന്തായാലും ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അതിലെന്തായാലും അനുമോളും അനീഷും പിന്നെ അതുപോലെ തന്നെ സിംഗറായിട്ടുള്ള KS ചിത്രയും എല്ലാം വരുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ അനുമോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസിലൊക്കെ എന്തായാലും അനീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം 4-5 സ്റ്റോറീസ് എന്തായാലും അനീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ, അതായത് അനീഷിൻ്റെ അടുത്തിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ യാതൊരുവിധ സ്റ്റോറീസോ അല്ലെങ്കിൽ പോസ്റ്റുകളോ ഒന്നും തന്നെ അനീഷിന്റെ സൈഡിൽ നിന്ന് ഈ നിമിഷം വരെ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിനെ കുറച്ച് ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം അത്തരത്തിലുള്ള അവാർഡ്സും കാര്യങ്ങളും അടക്കം അനീഷ് എന്നാലും കൈക്കലാക്കിയിട്ടുണ്ട്. പ്ലസ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ടും എല്ലാം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അനീഷ് കുറച്ച് ഡിമാൻഡ് കാണിക്കുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ അവർ എന്നാലും ഡിസ്കഷൻസ് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനീഷിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ ചിലപ്പോൾ ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ സാധിക്കാഞ്ഞുകൊണ്ടായിരിക്കാം എന്തായാലും ഇതുവരെ അദ്ദേഹം എന്തായാലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാതിരുന്നത്. അല്ലാതെ അത്തരത്തിലൊരു ഡിമാൻഡ് കാണിക്കുന്നതിലൊന്നും വലിയ രീതിയിലൊരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഒരു ഹൈ കിട്ടുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അല്ല അനീഷ് ചിന്തിക്കുന്നതെന്നാണ് പേഴ്സണലി ഞാൻ ചിന്തിക്കുന്നത്. കാര്യം അദ്ദേഹം വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവിടെ ഓരോ മത്സരാർത്ഥികളുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ് പേഴ്സണലി ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. അല്ലാതെ വളരെയധികം ഒരു ഈഗോയോ അല്ലെങ്കിൽ വളരെയധികം ഞാൻ വലിയവൻ ഇവർ കീഴെയുള്ളവർ അങ്ങനത്തെ രീതിയിലൊരു ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരു ആളാണ് അനീഷെന്നോ അങ്ങനത്തിലുള്ള ഒരാളാണ് അനുമോളെന്നോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളോ ഒന്നും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവരൊരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത്തരത്തിൽ പല രീതിയിലുള്ള പല സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാം ഇറക്കിയിരുന്നെങ്കിലും പക്ഷെ പുറത്തിറങ്ങിയ ശേഷം ഇവരെല്ലാവരും തമ്മിൽ വളരെ നല്ല രീതിയിലൊരു ബന്ധമാണ് ഉള്ളതെന്ന് തന്നെയാണ് പേഴ്സണലി എനിക്കെന്നാലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.